അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, നമ്മുടെ ഭാര്യമാരുടെ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് ഈ സമയത്ത് നീ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ നാട്ടിലുള്ള സമയത്ത് എനിക്ക് ശക്തിയായ പനി വരികയും ശരീരമാസകലം വേദനയും വന്നുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട സമയത്ത് എൻ്റെ ഭാര്യ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് എന്നോട് കൂടെ നിന്നുകൊണ്ട് എൻ്റെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടി മുണ്ട് നനച്ചിട്ട് തന്നുകൊണ്ടും ഇങ്ങനെ എനിക്ക് വേണ്ട ചായ ചൂടാക്കി തന്നുകൊണ്ടും എനിക്ക് വേണ്ട വെള്ളം തന്നുകൊണ്ടും എല്ലാം നിലക്കും ഉറക്കമൊഴിച്ച് അവൾ എന്നോടുകൂടെ ആ രാത്രി മുഴുവനും കഴിഞ്ഞുകൂടുകയുണ്ടായി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ച് എൻ്റെ രോഗത്തിനേക്ക് ശമനം വന്നപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് മറ്റൊരു നാട്ടിലേക്ക് ഞാൻ പോയി. അങ്ങനെ ഞാൻ അവിടെ എത്തിയ സമയത്ത് അന്ന് രാത്രിയും എനിക്ക് ആ ആദ്യത്തെ രാത്രിയിൽ ഉണ്ടായ പോലെ പനിയുണ്ടായ സമയത്ത് പനിച്ച് വിറച്ച് പുതപ്പിനുള്ളിൽ ചുരുങ്ങിക്കൂടേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായി. ആ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പോഴാണ് എൻ്റെ ഭാര്യക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട്, എൻ്റെ ഭാര്യക്ക് എന്നോട് എത്രമാത്രം കടമയുണ്ട്, കടപ്പാടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായൊരു ഹദീസുണ്ട്. ഭാര്യയും ഭർത്താവും വസ്ത്രങ്ങളെ പോലെയാണ്, പുതപ്പിനെ പോലെയാണ് എന്ന്. എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് അതല്ലെങ്കിൽ അവർ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരാണ് എല്ലാ കാര്യങ്ങളിലുമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസുഖമുള്ള സമയത്ത് എന്നല്ല, എല്ലാ സമയങ്ങളിലും ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ്. ഭർത്താവിൽ നിന്നുള്ള സ്നേഹം ഭാര്യയ്ക്കും ലഭിക്കണം, ഭാര്യയിൽ നിന്നുള്ള സ്നേഹം ഭർത്താവിനും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഭാര്യമാരെ വളരെ കരുതലോടെ സ്നേഹത്തോടെ അവരെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യമാരോട് വഴക്കുകൂടുന്ന ശണ്ട കൂടുന്ന ഭർത്താക്കന്മാരെ നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അറിയാറുണ്ട്. അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. നമ്മളാണ് അവർക്ക് സാന്ത്വനമേകേണ്ടവര്. നമ്മൾ അവർക്ക് സമ്പാദിച്ച് പണം കൊണ്ടുകൊടുക്കുന്നില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടത് നമ്മുടെ സമ്പത്തല്ല, നമ്മളിൽ നിന്നുള്ള സ്നേഹമാണ് ഓരോ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും അവരോട് സംസാരിക്കാൻ നാം സമയം കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് കുടുംബജീവിതം മുന്നോട്ടു പോകുമ്പോഴേ ആ ജീവിതത്തിലേക്ക് ഒരു രസമുണ്ടാവുകയുള്ളൂ. ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരു മധുരം അവർക്ക് നുകരാൻ കഴിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും പ്രയാസങ്ങളും ഭർത്താവിനോട് പറയണമെന്നും ഭർത്താവ് എല്ലാ പ്രയാസങ്ങളും ഭാര്യയോട് അറിയിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ കാര്യം. ചില വിഷയങ്ങൾ ഭാര്യയോട് പറയാൻ പറ്റാത്തതുണ്ടാകും, ചില വിഷയങ്ങൾ ഭർത്താവിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വിഷയങ്ങളും പരസ്പരം പറഞ്ഞ് സന്തോഷത്തോടെയുള്ള കുടുംബജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. പ്രിയപ്പെട്ട ഭാര്യമാര് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉപ്പയെയോ ഉമ്മയുടെയോ കുറ്റങ്ങൾ ഒരിക്കലും നാം ഭർത്താവിനോട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഭർത്താവും അവരുടെ ഉമ്മയെയും ഉപ്പയെയും അധിക്ഷേപിക്കുന്ന നിസാരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും അവരിൽ നിന്നും ഭർത്താവിൽ നിന്ന് ഭാര്യയോടും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ കുടുംബജീവിതം വളരെ
സന്തോഷത്തിലും റാഹത്തിലുമായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ മിസ് ചെയ്ത ഏതെങ്കിലും സന്ദർഭങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.